അടുത്ത് അല്ലെങ്കിൽ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച് സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു എന്നൊരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയും. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ പുതുപുത്തൻ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 6ലെ മറക്കാനാവാത്ത രണ്ട് വ്യക്തികളായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. ഇരുവരുടെയും പേരിൽ തന്നെയാണ് ഇപ്പോഴും സീസൺ 6 അറിയപ്പെടുന്നത് തന്നെ. അന്ന് വൻതരത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു ഇരുവരുടെയും സൗഹൃദം. ബിഗ് ബോസിലേക്ക് കയറുന്നതിനു മുൻപ് തന്നെ ജാസ്മിനും തന്റെ കാമുകൻ അഫ്സലുമായി വിവാഹം ഉറപ്പിക്കുകയും എന്നാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഗബ്രിയുമായി ജാസ്മിൻ സൗഹൃദത്തിൽ ആവുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ സൗഹൃദം അതിരുകടക്കുന്ന രീതിയിലേക്ക് വരികയും വൻതരത്തിലുള്ള സൈബർ അറ്റാക്കിനും ഇടവരുത്തുകയുണ്ടായി. ജാസ്മിൻ ജഫറിന്റെ ഫാമിലി അടക്കം ഈ സൈബർ അറ്റാക്കിന് വിധേയരാവുകയുണ്ടായി. ഇതെല്ലാം വളരെ ഭീകരമായി നടക്കുന്ന സാഹചര്യത്തിലാണ് ജാസ്മിൻ ജഫറിന്റെ കാമുകനും ഫിയാൻസിയും ആയിരുന്ന അഫ്സൽ രംഗത്ത് വരികയും ഇരുവരുടെയും മുൻപ് നടന്നിരുന്ന ചാറ്റുകളും മറ്റു വീഡിയോകളും ഫോട്ടോകളും എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഇനി ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ താൽപ്പര്യം ഇല്ല എന്നും അഫ്സൽ പറയുകയുണ്ടായി. അഫ്സലിന്റെ ഈ പ്രവൃത്തിയെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം രണ്ടുപേർ കൂടി സംസാരിച്ചു തീരുമാനം ആക്കിയാൽ പോരെ എന്നെല്ലാം ചോദിച്ചുകൊണ്ടായിരുന്നു ചിലർ എത്തിയത്. അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ രണ്ടുപേരുടെ പേഴ്സണൽ ചാറ്റ് പബ്ലിക് ആയിട്ട് പുറത്തുവിട്ട നീ ചെയ്യുന്നതും തരംതാഴ്ന്ന പരിപാടിയാണെന്ന് എല്ലാം പറഞ്ഞും നിരവധി പേർ എത്തുകയുണ്ടായി. ഇതിനെല്ലാം അഫ്സൽ ഉത്തരം നൽകിയത് ഇങ്ങനെയായിരുന്നു. ലാലേട്ടൻ ഈ ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ഫ്രണ്ട്സ് അല്ലെന്നും എന്നാൽ ലവർ ആയിട്ടില്ലെന്നും ഇത് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ഒരു റിലേഷൻ ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയോട് കൂടെ മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് അന്ന് അഫ്സൽ ലൈവിൽ വന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ അന്ന് വൻതരത്തിൽ ചർച്ചയായിരുന്ന ജാസ്മിന്റെയും ഗബ്രിയുടെയും ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ അവസാനിച്ചു എന്ന വാർത്തകൾ ആണ് അറിയാൻ കഴിഞ്ഞത്. ഇരുവരും എന്നേക്കുമെന്നായി വേർപിരിഞ്ഞു എന്നും രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തന്റെ അക്കൗണ്ടിൽ നിന്നും അൺഫോളോ ആക്കിയിട്ടുമുണ്ട്. കൂടാതെ ഇരുവരും കൂടെയുള്ള വീഡിയോകളും റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ റീസൺ എന്നോ സത്യാവസ്ഥ എന്താണ് എന്നോ ഇതുവരെയും വ്യക്തമായിട്ടില്ല. അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഇരുവരും രംഗത്ത് വന്നിട്ടുമില്ല. കാത്തിരിക്കാം ഇരുവരുടെയും തുറന്നു പറച്ചിലിനായി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.